ഈ കണിയാനാണ് നമ്മളെയും പറയുന്നത്. ഈ കണിയാനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഞാൻ എന്നും ഇടുന്നുണ്ട് ഇവൻ. ഞാൻ പൊന്നുങ്ങളെ കൊണ്ട് വാങ്ങിച്ച എന്റെ സ്ഥലത്തോട്ടിറങ്ങുന്ന അവന് ചൊറിച്ചിലാണ്. അവനെ ചൊറിയും. അവനെന്തോ കൃമികടി അവനെ ചീത്ത വിളിക്കുക അന്നേരം. ഇറങ്ങി മറ്റേത് ഇതൊന്നും നമ്മളിങ്ങനെ തെക്കോട്ട് നോക്കി ഇരിക്കുക. തെക്കോട്ട് നോക്കി ഇരുന്നോ ഇങ്ങനെ ചീത്ത വിളിക്കുക അവന്റെ ജോലി. ഞങ്ങളുടെ വീട് തെക്കാ. അവനങ്ങനെ ചീത്ത വിളിക്കുക. ഞങ്ങളെ തെക്കോട്ട് നോക്കിയിരുന്നു ഞങ്ങൾ എന്നെ ചീത്ത വിളിക്കുക അവന്റെ ജോലി. നമ്മളെന്ന് റോഡിലോട്ട് ഇറങ്ങിയിരിക്കുക. എനിക്ക് റോഡിലോട്ട് ഇറങ്ങാനും വളച്ചാഴ്ചന്റെ വസ്തുവിനകത്ത് ഇറങ്ങാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. ഇവനങ്ങ് രോഗമാ. ആണുങ്ങളെ പിടിക്കും. എന്തൊക്കെയോ പറയുന്നത് വണ്ണതോ എന്നൊക്കെ പറയുകയായിരുന്നു. അങ്ങനത്തെ വലിയ ചെറിയ പറയുന്നതാണ്. പറയുന്നത് നീളമുള്ളതും വണ്ണമുള്ളതും ഒക്കെ അവനങ്ങനെ അവന്റെ മോക്കത് നീളമുള്ളതും വണ്ണമുള്ളതും ഒക്കെ വെച്ച് നോക്കിയാന്ന് തോന്നുന്നു. അവന്റെ തന്നെ പെങ്ങളെ മോയെ തന്നെ കൊടുത്തത് വേറെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. അത് അവൻ ഇങ്ങനെ അങ്ങ് പറയുക. അവന് അതിന്റെ വസ്തുവായിട്ട് മാറിയിരിക്കുക. എന്തോ രോഗമാ. ഇനി ഇവിടുത്തെ എങ്ങാണ്ടൊന്ന് കയറി വന്ന വടക്കൂന്നെങ്ങാണ്ട് ഒരു അത് നേട്ടന്മാർ എങ്ങാണ്ട് കയറി വന്ന ഇവന്. എവിടുന്നാണ് ആൾക്കാർ ഇവന്റെ വീടൊക്കെ. ഇവിടൊക്കെ വന്ന് വായി നോക്കുവായിരുന്നു. ഇവന്റെ ഇങ്ങനെ ഫുട്പാത്തിലും എല്ലാം വായി നോക്കി നടക്കുകയായിരുന്നു എന്റെ ജോലി. പിന്നെ ഫുട്പാത്തിൽ കിടപ്പായിരുന്നു ജോലി. ഇവന്റെ വഴിയിൽ ഇങ്ങനെ കിടപ്പായിരുന്നു എന്റെ ജോലി. കഴിവടിച്ചോണ്ട് ഇനിയിപ്പം കയറിയിരുന്ന് മാസ്ക് വെച്ച് നിങ്ങളൊക്കെ കാണാം. മാസ്കിൽ എടുക്കത്തില്ല പോകുന്നത്. പിന്നെ ആ കസേരയിൽ ചന്തി കിടക്കത്തില്ല. കസേരയിലേക്ക് ഒട്ടിയിരിക്കുക അവൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ അഭിനയിക്കുക. ദീപാവലിക്കന്റെ കൂടെ ആണുങ്ങൾ കയറി ഇരിക്കുന്നതുകൊണ്ട് അഭിനയിച്ച് കാറ്റ് വാങ്ങിക്കുക. പിന്നെ പല പരിപാടികളാണ്. നമ്മുടെ തലയിലോട്ട് അടിക്കുക, നമ്മുടെ കാലിന്റെ കാലയിലോട്ട് അടിക്കുക. എങ്ങനെയൊക്കെ ഒന്ന് ഇൻഷുറൻസ് അടിക്കണം. ഞാൻ LNTക്കാരി. അപ്പൊ LNT വക്കീലായിട്ട് പോകാൻ പറ്റുന്നില്ലെന്നോ ഒരാളെല്ലാം പറഞ്ഞുകൊണ്ട് വൻ കോടികളൊക്കെ അയക്കണം. അങ്ങനെ പല കോടികളാണ് അയച്ചത് നമ്മുടെ വെച്ച്. കോഴികളൊക്കെ ഏതാണെന്ന് അറിയത്തില്ല. നമ്മളെ വെച്ച് അയച്ച കോഴികളൊക്കെ ഏതാണ് എടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഒത്തിരി കോഴികളുണ്ട്. അതെല്ലാം കഴുത്ത് വെച്ചിരിക്കുക. ഏതോ അവനൊക്കെ ഫുഡടിക്കുക. ഇങ്ങനെ ഡെർമാടിക്കുക. പല ആൾമാരും പോകാനും നമ്മളെ വെച്ച് കുറെ കടകളുണ്ടാക്കി ഡെർമാടിച്ച് നടക്കുക. പല ആൾമാരും പോകാനും നമ്മുടെ സ്വത്തും എന്റെ 146 സെന്റ് സ്ഥലവും വീടും അയച്ചെടുക്കാൻ ഇങ്ങനെ നടക്കുക. അതിങ്ങനെ കുറഞ്ഞ വിലക്കൊക്കെ വിൽക്കുന്ന പറഞ്ഞോണ്ടൊക്കെ പറ്റി. അതുപോലെ എനിക്ക് 17 സെന്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ പരിപാടി മനസ്സിലായത്. 17 സെന്റ് അവിടെ ഉണ്ടായിരുന്നു. അത് വിറ്റപ്പോഴേ സെന്റിന് അന്ന് 92,000 രൂപ വെച്ചാണ് കിട്ടിയത്. പക്ഷെ അതിലൊക്കെ കൂടുതൽ കിട്ടുകയായിരുന്നു. നമ്മൾ കുറച്ച് തന്നിട്ട് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ 1.5 ലക്ഷം മാത്രം നമ്മുടെ കൊണ്ട് തെളിവല്ല. 1.5 ലക്ഷം മാത്രം ഈ ഓവർസീസ് ബാങ്കിലോട്ട് ഇട്ടേച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ എന്റെ കയ്യിൽ തന്നു. കൈ തന്നേച്ച് ഇവന്മാര് വരുത്തി 1.5 ലക്ഷത്തിനാണ് കിട്ടുന്നത് ഈ 17 സെന്റ്. എന്നിട്ട് ഏതാണ്ടൊക്കെ വലിയ തുകയൊക്കെ അയച്ചെടുത്ത് പുട്ടയച്ച് നടക്കുക. കുറെ അവന്മാര് കൂടി UP ഉൾപ്പെടെ കുറെ എണ്ണം. അപ്പൊ ഇങ്ങനെയൊക്കെ കവലകൾ ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കാനാ. ഇങ്ങനെ കവലാക്കി ഇതാക്കി ഇങ്ങനെ വലിയ തുക അടിച്ചെടുക്കാൻ വേണ്ടി കയ്യിൽ നടക്കുന്നത്. അതിനായിട്ട് എന്റെ പുറകിൽ ഇങ്ങനെ നടക്കുക. എന്റെ വസ്തു ഞാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു എന്നൊക്കെ വരച്ചേക്കൊക്കെ വലിയ ഇതുണ്ടാക്കുക. അതുപോലെ തന്നെ കൊല്ലാൻ നോക്കിയതാ ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കള്ളൻ ഇങ്ങനെ കൊല്ലാൻ നോക്കിയത്. എന്റെ വസ്തു മുതൽ തട്ടിയെടുത്തേക്ക് കൊല്ലാൻ നോക്കിയവരെന്നെ. എങ്ങനെയാന്ന് വെച്ചാൽ അവരൊക്കെ പറഞ്ഞു സന്ധ്യാസന്ധ്യ ആവുന്നുണ്ട്. ഇതുപോലെ ഒരു ചീത്തവിളിയായിരുന്നു പണ്ട്. ഇപ്പൊ പറയാൻ ചീത്ത വിളിക്കുന്നവരെ അവൻ പണ്ടൊരു ചീത്ത വിളിയായിരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ പറയാൻ ചീത്ത വിളിച്ച്. പക്ഷെ ഞാൻ എന്റെ വസ്തുവിന്റെ പ്രമാണമെല്ലാം മാവേലിക്കര നമ്മുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത്. ഇപ്പമാർ അറിഞ്ഞില്ല ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കുവാണ്. ഇപ്പമാർ ഇങ്ങനെ കടകളുണ്ടാക്കി. എന്നിട്ട് അവസാനം എനിക്ക് മനസ്സിലായി ഇവന്മാര് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ കൊല്ലാനായിട്ടൊക്കെ കറണ്ട് കളയുക. പല പരിപാടികളാ. രാത്രി ഫുൾ കറണ്ടൊക്കെ കളയാനുള്ളതൊക്കെ നോക്കി ഇവന്മാര്. അന്നേരം ഞാൻ ഫേസ്ബുക്കിനകത്തൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ കുറെ എണ്ണം ഇനി വരുവാ. അതുപോലെ നമ്മുടെ ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത് വെച്ചോണ്ടായിരുന്നു ഇവന്റെ പരിപാടി. ഒരു രാജമ്മേന്ന് പറയുന്നവരാണ് വന്ന് എന്റെ ഇതെല്ലാം അഴിച്ചു വെച്ച് അതിന്റെ ക്യാമറ ടെക്നീഷ്യനെയും പോലീസുകാരെയും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റിയ ക്യാമറ എല്ലാം ഹാക്ക് ചെയ്ത് അവരുടെ കൊടുത്തത്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവരുടെ. എന്നിട്ട് ഈ സുബ്രഹ്മണ്യൻ നമ്മുടെ ക്യാമറയെ നോക്കി ഇരിക്കാതെ നമ്മുടെ വെളിയിലിറങ്ങുന്ന ആ വെളിയിലിറങ്ങി ലൈറ്റ് ഇട്ടു. മറ്റേത് മറിച്ചത് ഇപ്പൊ ഇതിന് അറിയാല്ല. ഇതിനെ നോക്കി ഇരിക്കുകയല്ലേ ജോലി. എന്നിട്ട് അതനുസരിച്ച് കഥയാണ്. അതുപോലെ ഇപ്പൊ ഇവന്മാര് കഥകള് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് ഇവരെ കഥകളുണ്ടാക്കുക. ഇവന്മാരുടെ പരിപാടി ഇതാണ് ഇവന്മാരുടെ പരിപാടി. ഫോട്ടോ ഹിഡൻ ക്യാമറയും മൈക്രോഫോണും ഒക്കെ വെച്ച് നമ്മൾ പറയുന്നതും എല്ലാം കേട്ടോണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു സംസാരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കഥകളുണ്ടാക്കുക ഇപ്പോഴും ജോലി.
ഇങ്ങനെ കളകൾ ഉണ്ടാക്കി നമ്മൾ പലതും പിടിച്ചു വയ്ക്കാനൊക്കെ നോക്കുക. അന്നും അതുപോലെ കളകളൊക്കെ ഉണ്ടാക്കി ഇവന്റെ മോന്റെ കൂടെ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളക്കളകളൊക്കെ ഉണ്ടാക്കി കുറെ കളകളെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ നടപ്പായിരുന്നു ജോലി ഇവന്റെ. എന്നിട്ട് അവസാനം നമ്മൾ എഴുതി വെച്ചു ഇവരെ എന്നുവെച്ചാൽ ഇവന്മാരെന്നെ കൊല്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി കൊന്നാലേ അങ്ങനെ ചിലരെയൊക്കെ കൊന്ന് ഒത്തിരി കെട്ടിത്തൂക്കിയ ചരിത്രമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചരിത്രങ്ങളൊക്കെ ഇതിന്റെ പല ചരിത്രങ്ങൾ. അതുകൊണ്ട് നമ്മൾ എഴുതി വെച്ച് ആര് വന്നാലും കാണണം എന്നെ ഞാൻ ചർച്ച പറഞ്ഞാൽ ഇത് ഇന്നതിന്നതൊക്കെയാ സംഭവിച്ചത്, ഇന്നതിന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മള് വെള്ളത്തിൽ കളിക്കുന്നവരെയൊക്കെ പിടിച്ച് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ വന്നവരെല്ലാം പിടിച്ചു വെച്ചിട്ട് 2020 അങ്ങനെ പിടിച്ചതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങൾ രാത്രി പിടിച്ചെന്നുള്ള തെളിവൊക്കെ എന്റെ ഉണ്ട്. ഇപ്പം ചുമ്മാ പറയാനുള്ളത് ഇവിടെ നടന്നതെല്ലാം നമ്മുടെ തെളിവുണ്ട്. അങ്ങനെ കണ്ടുവരുമ്പോൾ തീടിയിലാണ് സോമനാഥൻ അവിടെ പഞ്ഞാറെ മൂലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സോമനാഥന്റെ തീടിയിൽ ഫുള്ള് സമയം തീടിയിലായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ എഴുതി വെച്ചപ്പോഴത്തേനോ എല്ലാവരും പേര് ഞാൻ ഉൾപ്പെട്ടവരുടെ പേരെന്തോ ചിലർക്കൊക്കെ അങ്കരാപ്പായി. ഓ പേരെഴുതി വെച്ചിയോ നാട്ടുകാരെല്ലാം കാണുന്നത് അങ്ങനാന്നേ ഇങ്ങനാന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നമ്മളെ പിടിച്ചോണ്ട് പോയത്. അല്ലെങ്കിൽ ഇവന്മാർക്കൂടെ കയറാൻ നോക്കുവോ? അങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോയതാ, മനസ്സിലായില്ലയോ? അമ്മാര് അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ ഇരുന്നേ നാട്ടുകാർ ശരിക്ക് വായിച്ചേമാരുടെ കാര്യങ്ങളൊക്കെ മറ്റേ ശരിക്ക് പിടിച്ചോണ്ട് പോയതാ. ഇതൊക്കെ പെയിന്റ് ചെയ്യിച്ചത്. യോ എന്റെ അമ്മയെ വിളിക്കാതെ പെയിന്റ് ചെയ്യോ ഇത് പെയിന്റ് ചെയ്യോ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെറുകൂട്ടത്തിൽ ചട്ടിയൊക്കെ ഇവിടെ അരിവാനും ചുറ്റിക എല്ലാതായിട്ട് കൊണ്ടുവന്ന് വിട്ട് എന്റെ കഥ കഴിച്ചു പൊളിച്ച് ഇപ്പോഴും എന്റെ കളറ് ശരിയല്ല. കഥ കഴിച്ച് പൊളിച്ച് കയറി ഞാനിത് വാങ്ങിച്ചു. എന്റെ DVR വരെ എടുത്തോണ്ട് പോയി. ഇവിടെ നടന്ന കൂട്ടുകളെല്ലാം ആൾക്കാർ കാണാതിരിക്കാൻ പിന്നെ DVR വരെ മോട്ടിച്ചോണ്ട് പോയി. ഞാൻ എന്റെ DVR വരെ വാങ്ങിച്ചു. എന്റെ ക്യാമറയൊക്കെ അഴിച്ചു പൊട്ടിച്ചവരൊന്നും അവരൊന്നും പറഞ്ഞാൽ മതി ഏതവനെ അഴിച്ചു പൊട്ടിപ്പിച്ചത്. അവർക്ക് കാശ് കൊടുത്ത് പൊട്ടിപ്പിച്ചത് അവരെ പറഞ്ഞാൽ മതി ഏതവനായി പറഞ്ഞിട്ടാ പൊട്ടിപ്പിച്ചെന്നുള്ളത്. അവര് പറയും. അവർക്ക് അടിച്ചു പറഞ്ഞെങ്കിൽ അവര് പറയുമല്ലോ. അവര് പറഞ്ഞാൽ മതി അവരങ്ങ് പോകും, അവരെ വിടും. ഇതിന്റെ മുന്നേ വലിയ സംഘമുണ്ടല്ലോ, വലിയ ഗ്യാങ് സംഘങ്ങളുണ്ട്. ഇതിനൊക്കെ അതിനകത്തുള്ളതാ. എന്റെ സെർച്ച് വാറന്റ് ഇല്ലാതെ എന്റെ കഥകൾ എന്റെ ഗ്രില്ല് തല്ലി പൊട്ടിച്ചത് മോഹൻ സിംഗും സോമരാജനും കൂടെ ആ കമ്പി വഴിയെല്ലാം കൊണ്ടുവന്ന് കൊടുത്തത് രാജമ്മയ്ക്കും പോലീസുകാർക്കും കൂടെ എന്റെ ഗ്രില്ല് കാപ്പടടിച്ച് പൊട്ടിക്കാൻ. ഇതിനകത്തെല്ലാം ഗ്രില്ല് കാണുന്നതാ ഇവിടെ ആരും ഇല്ലെന്നുള്ളത്. എന്റെ ക്യാമറ ഹാക്ക് ചെയ്യാനാണ് ഞാൻ ഇവിടെ വിട്ടത്. എന്റെ ക്യാമറ ടെക്നീഷ്യനുമായിട്ടാണ് ഇവന്മാരിവിടെ വന്നു കയറിയത്. അങ്ങനെ പല പല കള്ള പരിപാടികളായിട്ട് നടക്കുക. ഇപ്പൊ എന്റെ ക്യാമറ ഞാനും മുക്കുമേ ഉള്ളു. എന്റെ ക്യാമറ വേറെ ആരും കാണുന്ന രീതിയിലല്ല എന്റെ ക്യാമറ. ആരും യൂസ് ചെയ്യാനും എന്റെ അനുവാദത്തോടോ സമ്മതത്തോടോ അല്ല അവൻ ജയിലിൽ പോകുക ചെയ്യും. ഇതൊന്നും എന്റെ അനുവാദത്തോടോ സമ്മതത്തോടോ അല്ല എന്റെ ക്യാമറ. ഏതെങ്കിലും അവൻ കാണുന്നുണ്ടെങ്കിലും കാണുന്നത് പല പല കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവന്മാര്. പല പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ. നമ്മുടെ ക്യാമറ രാവിലെ ഞാനും എന്റെ മുക്കുമേ ഉള്ളു, അല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും യൂസ് മുക്കുമിന്റെ പേരിലായി ക്യാമറ. മുക്കുമായിരുന്നു ചെയ്തത്. പാസ്വേഡ് പറഞ്ഞതുമെല്ലാം മെയിൻ ക്യാമറ ഇതാക്കിയിരിക്കുന്ന മുക്കുമിന്റെ ഫോണില്ല. ഇത് എനിക്ക് മുക്കുമിന്റെ OTP വേണം ഇതിനകത്ത് കയറാനും പിടിക്കാനുമല്ല. അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നത്. അല്ലാതെ വേറെ അങ്ങനെയൊക്കെ നോക്കി OTP ഒക്കെ കിട്ടാനൊക്കെ നോക്കി ഒരു ദിവസം രാവിലെ വെളുപ്പാങ്കാലത്തെ ഇവിടെ എട്ടെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കുറെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പല പല ഇമാർക്കിപ്പോ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് ഏതാണ്ട് ക്ലിക്ക് ചെയ്താ ഏതാണ്ട് അയാളുടെ കാറ്റ് പോയെന്ന്. അങ്ങനെ പല പരിപാടികളുണ്ട് ഇവന്മാർക്ക്. പല പല പരിപാടികളുമായിട്ട് ഇങ്ങനെ നടക്കുക ഇവന്മാര്. പല പല രീതിയിലെ പരിപാടികളുമായിട്ട് ഇങ്ങനെ നടപ്പാ. ഇങ്ങനെ ആർക്കുമേ ചീത്തയായി കണിയാൻ വലിയ രോഗമായി. കണിയാൻ ആരാന്ന് നമുക്കറിയില്ല. എങ്ങാണ്ടൂന്ന് വന്ന മലപ്പുറത്തൂന്ന് എങ്ങാണ്ടൂന്ന് പിടിച്ചോണ്ട് വന്നതാ. എങ്ങാണ്ടൂന്ന് വഴി വക്കി ചെരുപ്പ് വിറ്റ ഒരുത്തനെ ചെരുപ്പ് വിൽക്കാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി കിട്ടിയതാ ഇവർക്ക്. അല്ല വേറെ രീതിയിലൊന്നും അവർക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ പോയി ചെരുപ്പ് കടയിൽ ചെറുതാനെ കിട്ടിയതായി ഇവർക്ക്. ഈ സൽപ്പവല്ലി എന്ന് പറയുന്നത് ചെരുപ്പ് കടയിൽ ഇരുന്നാനെ കിട്ടിയതായി തന്നെ. ഇവനെ കൊണ്ട് വന്നിരിക്കുക. ആളുകൾക്ക് ചെരുപ്പൂട്ടിയുടെ സ്വഭാവം, തനി സ്വഭാവം ചെരുപ്പൂട്ടി. അതുപോലത്തെ വായിന്ന് ഇരുന്ന നിങ്ങൾക്ക് അറിയത്തില്ലേ ചെരുപ്പൂട്ടികൾ അങ്ങനെയാണ്. എന്നാലും ചെറുത്ത ചെരുപ്പൂട്ടി ഒന്ന് കിടക്കുക ഇങ്ങനെ കേൾക്കാൻ എഴുമ്പ്